ചെമ്മന്തൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ടി നാളായ ഒക്ടോബർ മാസം 27-ാം തീയതിയായ ഇന്ന് വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. എല്ലാ വർഷത്തെ പോലെ തന്നെ നാഗരാജാവിൻ്റെ നടയിൽ സർപ്പദോഷം അകറ്റുവാനുള്ള പാട്ടും ഉണ്ടായിരുന്നു. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ മറ്റു വിഗ്രഹങ്ങൾ ശ്രീ അയ്യപ്പൻ, ശ്രീ ഗണപതി, ശ്രീ ശിവൻ, അതുപോലെ തന്നെ മുരുകൻ്റെ കാവൽക്കാരനായ ഇടുമ്പസ്വാമി, യക്ഷിയമ്മ എന്നിവരും ഇവിടെയുണ്ട്. ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ സ്കന്ദഷഷ്ടി നാളായ ഇന്നത്തെ വഴിപാട് തൃക്കൈ നാരങ്ങയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വഴിപാട്. അതോടൊപ്പം തന്നെ കളഭാഭിഷേകവും നെയ്യഭിഷേകവും എല്ലാം തന്നെ ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. എല്ലാ വർഷത്തെയും പോലെ തന്നെ ക്ഷേത്രത്തിൽ ഇത്തവണയും അതിഗംഭീരമായ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. അഭീഷ്ടകാര്യ സാധ്യത്തിനും വിവാഹ തടസ്സം അകലുന്നതിനും കുജദോഷശാന്തി, രോഗമുക്തി, സകല ദോഷശാന്തി. ചെമ്മന്തൂർ ദേശത്തിൻ്റെ ഐശ്വര്യദേവനായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ എപ്പോഴും കർമ്മനിരതരായ ഇവിടുത്തെ മഹിളാജനങ്ങളും അതുപോലെ തന്നെ ഒട്ടനവധി ചെറുപ്പക്കാരും ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഒരു കൂട്ടം കർമ്മനിരതരായ ചെറുപ്പക്കാരുടെ പ്രവർത്തനമാണ് ഈ ഐശ്വര്യത്തിന് കാരണം. എല്ലാ വർഷവും തന്നെ ഏകദേശം 3000-ഓളം വെള്ള നിവേദ്യമാണ് ഇവിടെ കരുതുന്നത്. അത് ഏകദേശം 11 മണിയോടുകൂടി കഴിയുമ്പോൾ വീണ്ടും നിവേദ്യം തയ്യാറാക്കി കഴിഞ്ഞ വർഷവും 3500 പരം നിവേദ്യങ്ങളാണ് തയ്യാറാക്കിയത്. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ ഏകദേശം 3000-ഓളം നിവേദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ഭക്തർക്കും ഒരു രീതിയിലുമുള്ള ഷോർട്ടേജ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ഭാരവാഹികൾ അത്തരത്തിലുള്ള നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഭക്തർക്ക് നിരാശപ്പെട്ട് വരുന്നില്ല.